നിങ്ങൾ ഇവിടെ ആവശ്യമില്ല. ഇവിടെ നിങ്ങളെ വെല്ലിപ്പയായ ഞാനുണ്ടല്ലോ, ഇവിടെ നിങ്ങളെ ആവശ്യമില്ല. അതുകൊണ്ട് റുഹ് ഇലൽ ഹിന്ദ്, നിങ്ങൾ പോകേണ്ടത് ഇന്ത്യയിലേക്കാണ്. ആ ഇന്ത്യയിൽ തന്നെ അജ്മീറിലേക്കാണ്. എന്നിട്ട് സ്വപ്നം മുഖേന ഖാജാതങ്ങൾക്ക് അജ്മീർ കാണിച്ചു കൊടുക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തപ്പോ അജ്മീർ ഷെയ്ഖ് കണ്ടില്ലേ, ലാഹോർ വഴി അജ്മീരിലേക്ക് വരുന്നു. ആ അജ്മീരിൽ വരുന്ന സമയത്ത് സുൽത്താനുൽ ഹിന്ദ് എന്ന പേരാരാണിട്ടത്? സുൽത്താനുൽ ഉലമ എന്ന പേരാരാണിട്ടത്? സുഹൃത്തുക്കളെ, അതാ അജ്മീർ ഷെയ്ഖിന് സുൽത്താനുൽ ഹിന്ദ് എന്ന പേരിടുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം അവിടുന്ന് സ്വപ്നത്തിൽ പറയാണ്, ഇന്നി അഅ്തൈതുക വിലായത ഹിന്ദുസ്ഥാൻ, ഇന്ത്യയുടെ ഭരണം ഞാൻ നിങ്ങൾക്ക് തരാണ്. അതിന്റെ അർത്ഥല്ലേ സുൽത്താനുൽ ഹിന്ദ്? അതിന്റെ അർത്ഥല്ലേ സുൽത്താനുൽ ഹിന്ദ്? ഇഷ്തിഖാഖ് ഉണ്ടായാൽ പിന്നെ മുസ്തഖ് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. അത് അള്ളാന്റെ പേർക്കേ പറയാൻ പറ്റാത്തത്, ജനങ്ങൾക്ക് അത് പറ്റും. ഞാനത് മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇന്നി അഅ്തൈതുക വിലായത ഹിന്ദുസ്ഥാൻ, ഇന്ത്യയുടെ ഭരണം ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലൂടെ എങ്ങോട്ട് പറയാണ്. അപ്പൊ വിലായത്ത് അത് കിട്ടിയ ആൾക്കാണ് സുൽത്താൻ എന്ന് പറയാ. അങ്ങനെയാണ് സുൽത്താനുൽ ഹിന്ദാവല്, അങ്ങനെയാണ് ആലിമീങ്ങളെ സുൽത്താനാവല്. അതുകൊണ്ടല്ലേ ശൈഖുനാ കാന്തപുരം ഉസ്താദിന് സുൽത്താനുൽ ഉലമ എന്ന് റിഫായി ശൈഖ് തങ്ങളെ പേരക്കുട്ടിയായ അതേ ശൈഖ് സ്വബാഹ് റിഫായി തങ്ങളെ പേര് വെച്ചത്. പക്ഷേ പലർക്കും അതിപ്പോൾ സഹിക്കുന്നില്ല. പലതും പറയുന്നുണ്ട്. അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അജ്മീരിൽ വന്ന ബഹുമാനപ്പെട്ട ശൈഖുൽ ഹിന്ദ് ഖാജാ തങ്ങള് അവിടെ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുകയാണ്. ആ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ അല്ലാഹു തആല മഹാന്മാർക്ക് കൊടുക്കും. അത് കറാമത്താണ്, മലാമത്തല്ല. ചില ആളുകൾ മലാമത്ത് കാണിക്കും, പക്ഷേ ചില സാധുക്കൾ അത് കറാമത്താണെന്ന് തെറ്റിദ്ധരിക്കും. അത് കറാമത്തല്ല. ചില ജ്യോത്സ്യന്മാരെടുത്ത് പോവും ചില ആളുകള്. ഞാൻ എല്ലാ തങ്ങന്മാരടുത്തും പോയി, എല്ലാ ഉസ്താദ്മാരടുത്ത് പോയി, എല്ലാ ഉറുക്കും കെട്ടി, ഒന്നും ശരിയാകുന്നില്ല. എന്നിട്ട് അവസാനം ഒപ്പിനങ്ങാടിയിലുണ്ട് ഒരു ബട്ടൺ. ഈ ബട്ടൺ എടുത്ത് ഞാൻ പോയി എന്ന് പറയുന്നവരുണ്ട്. തിരിച്ചു പോയില്ലേ? ഈമാൻ തിരിച്ചു പോയി. മന്നതാ കാഹിനൻ ഔ ഇർഫൻ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഒരുത്തൻ ഒരു ബട്ടൺ എടുത്തു പോയാൽ, ഒരു പൂജാരിന്റെ അടുത്ത് പോയാൽ, ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അല്ലാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ അവൻ നിഷേധിച്ചതിന് തുല്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ആരും ഒരു പൂജാരിന്റെ അടുത്തും പോകാൻ പാടില്ല, ഒരു ജ്യോത്സ്യന്റെ അടുത്തും പോകാൻ പാടില്ല, ഒരു ഭട്ടന്റെ അടുത്തും പോകാൻ പാടില്ല. ഉസ്താദേ ഞാൻ പോയിട്ടുണ്ട്, ഉസ്താദേ എന്നെയോ ഞാൻ കൂറത്തങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട്. തങ്ങളെ കൊണ്ട് എനിക്കൊരു കൈവേദന ഉണ്ടായി, പക്ഷെ കൈവേദന മന്ത്രിപ്പിച്ച് നോക്കുമ്പോ സുഖാന്നില്ല. ഞാൻ കുഞ്ഞിക്കോയ തങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട്, സുഖമായിട്ടില്ല. അവസാനം ഭട്ടന്റെ അടുത്ത് പോയപ്പോ ഭട്ട് ചുയിനെ ആക്കിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് മാറിപ്പോയി. എന്തൊരു കറാമത്താണ് എടോ! ആ ചുയി കറാമത്തല്ല, അത് മലാമത്താണ്. അത് കറാമത്തല്ല, അത് മലാമത്താണ്. അത്ഭുതം കാണിക്കുന്നതൊക്കെ കറാമത്താണോ? അല്ല. ഈ മുതുകാട് പറഞ്ഞൊരു സാധനത്തെ കേട്ടിട്ടില്ലേ നിങ്ങൾ? മുതുകാട് എന്ന് പറഞ്ഞാലോ മാജിക് കാണിക്കുന്ന മനുഷ്യനാണ്. അവന്റെ കയ്യിൽ ചിലപ്പോൾ 1000 രൂപ ഉണ്ടാവൂല, കേവലം ഒരു സാധാ കൈയാണ്. അവനിങ്ങനെ കൈ എന്തെല്ലോ ആക്കിയിട്ട് അവസാനം 1000 രൂപ കാണിച്ചു തരും. ഇത് കറാമത്താണെന്ന് പറയാൻ പറ്റുമോ? കറാമത്തല്ല, അത് മലാമത്താണ്. അതേ സമയത്ത് ഔലിയാക്കന്മാർക്ക് അല്ലാഹു തആല കറാമത്ത് കൊടുക്കും. ഉസ്താദേ, ഒരാളത് കറാമത്താണോ മലാമത്താണോ മനസ്സിലാകലെങ്ങനെ? പലരുടെ സംശയം എങ്ങനെയാണ്? അതിന് ഞാൻ നല്ലൊരു വഴി പറഞ്ഞു തരട്ടെ. കൂടുതൽ പറന്ന് പറയേണ്ട വിഷയമാണ്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാണ്. നല്ലൊരു വഴി പറയട്ടെ. അള്ളാനെ പേടിച്ച് ജീവിക്കുന്നയാളാണോ, എന്നാ പിന്നെ കറാമത്താണ്. അള്ളാനെ പേടിച്ച് ജീവിക്കുന്നില്ല, കണ്ടുകിട്ടിയ എല്ലാ പെണ്ണുങ്ങളും കൈതൊടുന്നുണ്ട്, കണ്ടുകിട്ടിയ എല്ലാ പെണ്ണുങ്ങളും കൈതൊടുന്നുണ്ട്. റമദാൻ മാസത്തിലും ഈ കുരുത്തം കെട്ടവൻ നോമ്പ് നോക്കുന്നില്ല. എന്നാൽ പിന്നെ സുബ്ഹാനല്ലാഹ്, അവൻ എന്ത് കറാമത്താ കാണിക്കലും മലാമത്തല്ലേ? അത് അവിടുന്ന് മനസ്സിലാക്കിയാ മതി. എന്നാ പിന്നെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടത്തിൽ ചില മജാനീനുൽ ഉഖല എന്നവരുണ്ട്.
ഈ പുത്തൻവാദികളെ നിങ്ങൾ കണ്ടില്ലേ? അവർ ചില ആളുകളെ ക്ലിപ്പ് കാണിച്ചിട്ട് പറയും, കണ്ടില്ലേ ഇയാളാണ് ഇപ്പൊ ഇവരെ വലിയ വലിയ മടവൂർ ശേഖനെ പറയും ഇയാളാണ് വലിയ വലിയ, പക്ഷെ നിസ്കരിക്കുന്നതിൽ നിസ്കരിച്ചിട്ടില്ല. വേറൊരു ഉപ്പാപ്പനെ കാണിച്ച് പറയും ഇയാളാണ് ഇവരെ വലിയ വലിയ, പക്ഷെ മൂത്രിച്ചിട്ട് വൃത്തിയാക്കുന്നില്ല. അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നത് വിഷയം വേറെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഔലിയാക്കളെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരെ പറയൽ തന്നെ മജാനീനുൽ ഉഖലാടി, ബുദ്ധിയുള്ള ബുദ്ധിയില്ലാത്തവരാണ് അവർ. മജാനിക്ക് ഭ്രാന്തി അർത്ഥം വെക്കണ്ട, കാരണം ചിലപ്പോൾ അത് ക്ലിപ്പായി പോവും. അതിന് ഞാൻ അങ്ങനെ അർത്ഥം വെച്ചത് അൽ മജാനീനുൽ ഉഖലാടി, ബുദ്ധിയുള്ള ബുദ്ധിയില്ലാത്തവരാണ് അവർ. അതിന്റെ അർത്ഥം എന്താ? അവർ നല്ല ബുദ്ധിയുള്ളവരാണ്. കാരണം എന്താ? ഇബാദത്ത് എടുത്തെടുത്തെടുത്തെടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് അല്ലാഹുവിലേക്ക് അടുത്തവരാണ്. പക്ഷേ ഇപ്പൊ അവരെ ബുദ്ധിയെല്ലാം ഭ്രമിച്ചിട്ടുണ്ട്. അവർക്കിപ്പോ ഒരു ചിന്തയുമില്ല. അതുകൊണ്ടല്ലേ അവർ പറഞ്ഞത് മാഫിൽ ജൈബി ഇല്ലല്ലാ. ഇബ്നുൽ അറബി തങ്ങൾ പറഞ്ഞില്ലേ, അന്നത്തെ ചില ആളുകൾ കാഫിറാണെന്ന് പറയാൻ പോയില്ലേ ഇബ്നുൽ അറബി തങ്ങളെ? എന്തേ പറഞ്ഞത്? മാഫിൽ ജൈബി ഇല്ലല്ലാ, കീശയിൽ അല്ലാഹ് അല്ലാത്തവരാരുമില്ല. സുബ്ഹാനല്ലാഹ്, കീശയിൽ അല്ലാഹ്, കീശയിൽ പണല്ലേ ഉണ്ടാവല്, കീശയിൽ അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇബ്നുൽ അറബി തങ്ങൾ പറയുന്നത് ഈ മാഫിൽ ജൈബി ഇല്ലല്ലാ, കീശയിൽ അല്ലാഹു അല്ലാത്ത ആരുമില്ല. എന്താണ് അതിന്റെ അർത്ഥം? കീശ ഇങ്ങനെ തപ്പി നോക്കിയാൽ ചിലപ്പോ റിസാല ഡയറി കാണാം, അല്ലെങ്കിൽ വേറെ ചിലപ്പോ എഴുതുന്ന വേറെ ഡയറി കാണാം, അല്ലെങ്കിൽ പേന കാണാം. പക്ഷെ ഇയാൾ ഇബ്നുൽ അറബി തങ്ങൾ എന്താ പറഞ്ഞ? മാഫിൽ ജൈബി ഇല്ലല്ലാ, കീശയിൽ അല്ലാഹു വല്ലാത്തതൊന്നുമില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എല്ലാ സമയത്തും അല്ലാഹുവിന്റെ ചിന്തയല്ലാത്ത വേറെയില്ല എന്നാണ്. എല്ലാ സ്ഥലത്തും അള്ളണ്ട് എന്നല്ല. ചില ബാപ്പമാർ പറയും, ഉസ്താദേ എന്റെ മോൻ ഭാര്യ ഉഷാറാണ്. അതിന്റെ ഉഷാറ് മോനോട് ചോദിച്ചു നോക്കി, അള്ള എവിടെയാണ് ചോദിച്ചു നോക്കി. അപ്പൊ ചോദിച്ചു നോക്കും അള്ള എവിടെയാണ്. അപ്പൊ അള്ള എവിടെയാണ് ചോദിക്കുമ്പോഴും പറയാൻ അള്ള ആകാശത്തിലാണ്. കണ്ടില്ല? അപ്പൊ എന്റെ മോൻക്ക് അറിയില്ലേ അള്ള എവിടെയാണെന്ന് അറിഞ്ഞില്ലേ? അങ്ങനെ പറയാൻ പറ്റോ? അള്ള ആകാശത്തിലാണെന്ന് പറയാൻ പറ്റോ? അങ്ങനെ പറഞ്ഞാ പിന്നെ ആകാശത്തെ പടക്കുന്നതിന് മുമ്പ് അള്ള എവിടെയാണെന്ന ചോദ്യം വരൂ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ പിന്നെ അള്ള എല്ലായിടത്തും ഉണ്ട്. ഉസ്താദേ ചില ആളുകൾ അങ്ങനെ പറയൂ, അള്ള എല്ലായിടത്തുമുണ്ട്. എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മസൂദ് സൈദി കൈവച്ച കസേരല്ല അള്ള ഉണ്ടാ? അങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാന്റെ മുകളിൽ അയാൾ കൈവച്ചെന്നല്ല എന്റെ അർത്ഥം. അങ്ങനെ പറയാൻ പറ്റൂല. ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റേജിൽ കുറെ അതിഥികൾ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഇരുന്ന് കസേര അള്ളണ്ട് പറഞ്ഞാൽ അപ്പൊ അള്ളാനെ ചട്നി ചെയ്തിട്ട് അവരിയ്ക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റൂല. അപ്പൊ അള്ള എവിടെയാണ് ഉസ്താദേ? അള്ള എവിടെയാണെന്ന് അറിയില്ല. അള്ള എവിടെയാണെന്ന് അറിയില്ല. ആ അള്ളാനെ വിശ്വസിക്കുമ്പോൾ യഥാർത്ഥ മുഅ്മിനാകൂ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ബഹുമാനപ്പെട്ട അജ്മീർ തങ്ങള്, അപ്പൊ കറാമത്ത് അങ്ങനെയാണ്. നല്ലവരാകുമ്പോ കറാമത്താകും, നല്ലവർ അല്ലെങ്കിൽ മലാമത്താണ്. എന്നാൽ അജ്മീർ തങ്ങൾക്ക് വലിയ കറാമത്ത് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയോ, ഔറംഗസേബ് ആലംഗീർ എന്ന മനുഷ്യൻ, ആ ഔറംഗസേബ് ആലംഗീർ ഒരു ദിവസം അജ്മീർ തങ്ങളെ മഖബറിന്റെ അടുത്ത് വന്നു. ആ മഖബറിന്റെ അടുത്ത് വന്നപ്പോ